ജനഗണമന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഷാരസും ഡിജോയും അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ഐഡിയ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഐഡിയ പറയാതെ ഞാനൊന്നും വന്നിരുന്ന് പറയില്ലല്ലോ. സെക്കൻഡ് പാർട്ട് എനിക്ക് ഞാൻ എഴുതുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്ത സിനിമയല്ലല്ലോ, ഞാൻ നിർമ്മിക്കുക മാത്രം ചെയ്ത സിനിമയാണ്, അതിൽ അഭിനയിക്കുകയും ചെയ്തൊരു ആക്ടറാണ്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഷാരസും ഡിജോയും ജനഗണമനയുടെ ഈ അരവിന്ദ് സ്വാമിനാഥന്റെ ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് എന്നുള്ളതിനേക്കാൾ അരവിന്ദ് സ്വാമിനാഥന്റെ കഥ അതെന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അത് എന്നോടൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്തിരുന്നു. അതിനെയും എഴുതി വരണം, അത് ഞാനല്ലോ ചെയ്യേണ്ടത്, എനിക്കറിയില്ല. അതിന്റെ പണി നടക്കുന്നു. ഡിജോ എന്നോട് പറഞ്ഞിട്ടുള്ള കഥകളിൽ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള 2 കഥകൾ, ഒന്ന് ജനഗണമനയുടെ അടുത്ത ഭാഗവും, 2 വേറൊരു കഥയുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ടൈറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന അതൊരു 2 ആക്ടേഴ്സ് ഒന്നിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു വേഷം എൻ്റെ അടുത്ത് പിച്ച് ചെയ്തിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതും ഒരു വലിയൊരു ആക്ഷൻ സിനിമയാണ്, ഫുൾ ആക്ഷൻ. അല്ല, അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ എന്നെക്കാളൊരു സീനിയർ ആക്ടർ വേണം മറ്റേ വേഷം ചെയ്യാൻ. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേരുകളും ഡിസ്കഷൻസും ഒക്കെ. ഞാൻ ഈ ബഡ്ജറ്റ് ആക്ച്വലി തീരുമാനിക്കുന്ന ഡയറക്ടറല്ല. ഞാൻ എപ്പോഴും ഇത് മുരളിയും ഞാനും കൂടെ ഉണ്ടാകുന്നൊരു ആർഗ്യുമെന്റ് ആണ്, ബഡ്ജറ്റ് തീരുമാനിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കാരണം എഴുതി വെക്കുന്നതാണല്ലോ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവസരം എനിക്ക് ഉണ്ടായാൽ, എന്നെ കൊണ്ട് പറ്റുന്ന സിനിമകളെ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സിനിമയാണ്. അത് അത്യാവശ്യം ഇപ്പോൾ ഖലീഫ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷേ ജിനു എബ്രഹാം സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു വേണ്ട, ശമ്പളം വാങ്ങിച്ച് അഭിനയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ